വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ ഊർജിതമാക്കി. പുത്തൻതുറ സ്വദേശി ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിലാണ് വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ജൂലൈ 31 നടന്ന അപകടത്തിൽ ഗൗതമിന്റെ അച്ഛനും മുത്തച്ഛനും മരിച്ചു. 11 പേരെ രക്ഷപ്പെടുത്തി. ഗൗതമിനായുള്ള തിരച്ചിൽ കാര്യക്ഷമമാക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണനായുള്ള തെരച്ചിലാണ് വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഊർജിതമാക്കിയത്. ജൂലൈ 31 പുത്തൻതുറ സ്വദേശിയായ ഗൗതം കൃഷ്ണ ഉൾപ്പെടെ 14 പേരടങ്ങുന്ന സംഘം മിയാമി എന്ന വള്ളത്തിൽ നീണ്ടകര പുലിമുട്ടിന് സമീപം ശക്തമായ തിരമാലയിൽപ്പെട്ട മറിഞ്ഞത്. അപകടത്തിൽ 11 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. ഗൗതത്തിന്റെ മുത്തശ്ശൻ രാജീവൻ, അച്ഛൻ രാധാകൃഷ്ണൻ എന്നിവർ അപകടത്തിൽ മരിച്ചു. ഇവരുടെ മൃതദേഹങ്ങൾ പിന്നീട് കണ്ടെത്തി. ഗൗതമിനെ കാണാതായിട്ട് 9 ദിവസം പിന്നിട്ടിട്ടും തെരച്ചിൽ കാര്യക്ഷമമാക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഇതേ തുടർന്നാണ് തെരച്ചിൽ ഊർജിതമാക്കിയത്. മറൈൻ ആംബുലൻസ്, കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനം എന്നിവ ഉൾപ്പെടെയാണ് തെരച്ചിൽ നടത്തുന്നത്. ഫിഷറീസ് വകുപ്പ്, കോസ്റ്റൽ പോലീസ്, സ്കൂബ ഡൈവിംഗ് സംഘം എന്നിവരുടെ നേതൃത്വത്തിലാണ് വിപുലമായ തെരച്ചിൽ ആരംഭിച്ചത്. കുടുംബത്തിന്റെ ശക്തമായ പ്രതിഷേധം സംഭവത്തിൽ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും വിഷയത്തിൽ ഇടപെട്ടത്. 8 ദിവസമായിട്ടും ഗൗതമിനെ കണ്ടെത്താനുള്ള തെരച്ചിൽ കാര്യക്ഷമമാക്കിയില്ലെന്ന ആക്ഷേപം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ഗൗതമിന്റെ അമ്മ രേഷ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.